മനുഷ്യരാശി ഇല്ലാത്ത ഒരു കാലം. ഓരോ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയത്. മനുഷ്യരില്ലാത്ത ഒരു കാലം. അമ്പലമില്ല, ചർച്ചുകളില്ല, സിനഗോഗുകളില്ല, മസ്ജിദുകളില്ല, മതാചാരങ്ങളില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉറക്കെ ചിന്തിച്ചു നോക്കൂ. വളരെ ഗൗരവമായി ചിന്തിക്കണം. അതായത് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളൊന്നും സൗഹൃദമല്ല. അതാണ് ആദ്യമായി മനസ്സിലാക്കുക. നമ്മൾ കൃത്രിമമായി പറഞ്ഞുണ്ടാക്കുന്ന സൗഹൃദങ്ങളൊന്നും സൗഹൃദമല്ല. യഥാർത്ഥ സൗഹൃദം ജ്വലിച്ചു നിൽക്കുക എവിടെയാന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ ശരിക്കും ആലോചിച്ചോ. ലോകവേദങ്ങളെല്ലാം അടിസ്ഥാനപരമായി പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ് ആലോചിച്ചു നോക്കിക്കേ. ആ പോയിന്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാം. നോക്കൂ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം. ഋഗ്വേദത്തിന് 10 മണ്ഡലങ്ങളാണ്. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. നിങ്ങൾ നോക്കൂ, 18 അധ്യായമാണ് ഭഗവത്ഗീത. 18 അധ്യായമാണ് ഭഗവത്ഗീത. 700-ലധികം വരുന്ന ശ്ലോകങ്ങളാണ് അതിലുള്ളത്. പിൽക്കാലത്ത് ചില ശ്ലോകങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു പണ്ഡിതന്മാർ, ഹൈന്ദവ പണ്ഡിതന്മാർ. 3 കാണ്ഡങ്ങളായിട്ടാണ് ഭഗവത്ഗീതയെ തിരിച്ചിരിക്കുന്നത്. 3 കാണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, വിജ്ഞാനകാന്ഡം. ഇങ്ങനെ 3 കാണ്ഡങ്ങളായിട്ട് തിരിച്ചു. ഇതിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ മതസമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഭൂരിപക്ഷം. ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ ആലോചിക്കാറില്ല. ഞാൻ വളരെ ലളിതവും വളരെ ഹൃദയത്തിൽ തെറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. തോന്നിയതുപോലെ പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് ജയിക്കാൻ കഴിയും? നമ്മളെല്ലാവരും ജാതി മതവും മറന്ന് നമ്മൾ പരീക്ഷ എഴുതുന്നുണ്ട്. ചോദ്യത്തിനായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ മുമ്പിൽ വെച്ചിരുന്ന ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം ചെയ്യണം. ദൈവം നിശ്ചയിച്ച റൂട്ടിലൂടെ ജീവിക്കാതെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിച്ച് ദൈവസന്നിധിയിൽ എത്താൻ കഴിയില്ലെന്ന് വേദം. അതുകൊണ്ട് ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന പോയിന്റ്, അമ്പലമില്ലാത്ത കാലത്ത്, ചർച്ചകളില്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടോ? അധികാരം നമ്മൾ തിന്നുന്നു, കുടിക്കുന്നു, അങ്ങനെ ഭ്രമിക്കുന്നു. അവിടെ അവസാനിക്കും നമ്മുടെ കാര്യങ്ങളില്ല. നിങ്ങളറിയോ, വേദഗ്രന്ഥങ്ങളുടെ അകക്കാമ്പ് ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന ഏറ്റവും കാതലായ വചനം എന്താണ്? ഏറ്റവും കാതലായ വചനം ഓം അസതോമാ സത്കമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? എത്ര ആൾക്കറിയാം? ഓം എഴുതി വെച്ചിടാം. പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രമാണ്. പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ഡോക്ടർ അബുൽ കലാം ആസാദ് തന്റെ തർജുമാനുൽ ഖുർആനിന്റെ 103-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, ഓം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവത്തിനെ അല്ലാഹ് എന്ന് വിളിക്കുന്ന പോലെ, ഈശ്വരാന്ന് വിളിക്കുന്ന പോലെ ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നതാണ് യഥാർത്ഥത്തിൽ ആ വാചകത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഇവിടെ പറയുന്നത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണേ. ഈ പ്രാർത്ഥന ഉരുവിടുന്നവരാണ് ഭാരതീയർ. ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചു, ഈ സദസ്സിൽ ആരെങ്കിലും ആ നിലക്ക് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ശരി, സത്യവും അസത്യവും വേർതിരിക്കാൻ ജീവിതത്തിൽ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? കെമിസ്ട്രി പഠിച്ച പോലെ, വിദ്യാഭ്യാസം എടുത്ത പോലെ, ഗൾഫിലേക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഡിഗ്രി എടുത്ത പോലെ, പ്രത്യേക സ്പെഷ്യലൈസ് ചെയ്ത പോലെ, സത്യാസത്യ വിവേചനത്തിന് വേണ്ടി ജീവിതമാകുന്ന ഈ മഹാസംഭാവനയെ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതാണ് ശരിക്കുമുള്ള സത്യമെന്ന്? തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന ബൈബിളിലെ വാചകമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാനവതയെ നയിക്കുന്ന ദൈവിക ഗ്രന്ഥം. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇന്ന് പോയിട്ട് ആലോചിക്കണം. മനുഷ്യനില്ലാത്ത കാലം, അതുകൊണ്ട് തന്നെ മതമില്ല, അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളില്ല, അതുകൊണ്ട് തന്നെ വേറെ ഒന്നുമില്ല, ഒരു ഉത്സവങ്ങളില്ല, ഇല്ല, ശ്രീകൃഷ്ണ ജയന്തിയില്ല, നബിദിനമില്ല, ഒന്നുമില്ല, രാമ ഭക്തിയുടെ ഒന്നുമില്ല, റോഡിൽ മതമായി ഇറങ്ങുന്ന ഒരു പരിപാടിയില്ല, പൂജാ ദ്രവ്യങ്ങളില്ല, മാങ്കുലികളില്ല, ശങ്കുലികളില്ല. ചിന്തിക്ക്, അങ്ങനെ ഒരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ചിന്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് ആമിന അബ്ദുള്ള ദമ്പതികളുടെ മകനായി ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിന്റെ നീളയിൽ അദ്ദേഹം ജീവിച്ചു.
ഈ പ്രവാചകൻ ആമിന അബ്ദുള്ള ദമ്പതികളുടെ മകനായി ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ടോ? ഉണ്ട്. ഭൂമിയുണ്ടോ? ഉണ്ട്. സൂര്യനും ചന്ദ്രനുമുണ്ടോ? ഉണ്ട്. നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടോ? ഉണ്ട്. സൗരയൂഥങ്ങളുണ്ടോ? ഉണ്ട്. കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹമുണ്ടോ? ഉണ്ട്. ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ടോ? ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം, മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടെങ്കിൽ, രാവുണ്ടാകുന്നുണ്ടെങ്കിൽ, പകലുണ്ടാകുന്നുണ്ടെങ്കിൽ, ചന്ദ്രൻ അതിന്റെ നിലാവലുകൾ പൊഴിക്കുന്നുണ്ടെങ്കിൽ, ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു എന്ന പന്നീർ പുഷ്പം വിടരുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് നബിക്ക് അതിൽ പങ്കില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ദൈവമാകും? അദ്ദേഹം എങ്ങനെ ദൈവമാകും? ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ എഴുന്നേറ്റെന്ന് പറയാണ്, അയാൾ എഴുന്നേറ്റെന്ന് പറയാണ്, 100 കൊല്ലം പഴക്കമുള്ള ഒരു കെട്ടിടത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ പറയാണ്, 20 വയസ്സുള്ള ഒരു കുട്ടി പറയാണ്, ഇത് ഞാൻ നിർമ്മിച്ച കെട്ടിടമാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കോ? ദ്വാപരയുഗവും കഴിഞ്ഞ് ത്രേതായുഗവും കഴിഞ്ഞ് നമ്മൾ കലിയുഗത്തിൽ നിൽക്കുകയാണ്. നോക്കൂ, കന്യാമറിയമിന്റെ പുത്രനായി യേശു ജനിക്കുന്നതിന് മുമ്പ് ലോകം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ബൈബിളിലെ പഴയ നിയമം നമ്മൾ ആലോചിച്ച് 39 പുസ്തകങ്ങളുടെ ആ ക്രമീകരണം ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നോക്കൂ, ഇസ്രയേൽ അവിടെ യേശു ജനിക്കുന്നതിന് മുമ്പ് അവിടെ നമ്മൾക്ക് കാണാം, വളരെ ശ്രദ്ധേയമായി കാണുന്ന കാര്യമാണ് പ്രപഞ്ചമുണ്ട് എന്നത്. യേശു ഇല്ല. മനുഷ്യന്റെ ചിന്തയാണ്. ഞാൻ ചിന്തിച്ച കാര്യമാണെന്നുള്ളത് പറഞ്ഞു. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ ആലോചിച്ചു, മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് സെമിറ്റിക് മതങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, സിദ്ധാന്തങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. എങ്കിൽ ഇതൊക്കെ ആരിവിടെ നിലനിർത്തി? ഈ പ്രപഞ്ചം അത് മാത്രം ആലോചിച്ചുകൂടെ? ബിഗ് ബാങ് തിയറിയുടെ പ്രപഞ്ചമുണ്ടായി എന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ളവർ പറയും. എങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ ആ ശക്തി ആരാണ്? ആ പരാശക്തി ആരാണ്? നോക്കൂ, ഒന്നുകൂടെ ചിന്തിക്കണം. ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട്. അതിന്റെ അർത്ഥം അത് ചിന്തിക്കുന്ന ഏതൊരാൾക്കും, ഞാൻ എന്റെ ഉമ്മാടെ 3ാമത്തെ മകനാണെന്ന് പറയുമ്പോൾ എന്റെ ഇക്കാത്തയുണ്ട്, എന്റെ ഇക്കാത്തയുണ്ട്. അവര് ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ല. 11 മക്കളിൽ സുധാമണി 6ാമത്തെ കുട്ടിയാണ്, മാതാമൃതാനന്ദമയി 6ാമത്തെ കുട്ടി. എങ്കിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ജനിച്ചപ്പോ അവരില്ല. അന്ന് ഭൂമിയുണ്ട്. എങ്കിൽ ആ ഭൂമി നിയന്ത്രിച്ചതാര്? ഈ ചോദ്യം ചെറിയ ചോദ്യമൊന്നുമല്ല. ഈ ചോദ്യം ചെറിയ ചോദ്യമല്ല. ഉറങ്ങാൻ കഴിയില്ല ചിന്തിക്കുന്നവർക്ക്. അല്ലാത്തൊരു ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. കാരണം ഇതെന്താ ഈ പഠിപ്പിക്കുന്നത്? ലോകം സൃഷ്ടിച്ചവരുടെ സൃഷ്ടാവിനെ കുറിച്ച് തേടാനാണ് വേദഗ്രന്ഥം പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഋഗ്വേദം 10 മണ്ഡലമാണ്. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ വൃത്തിയിൽ പറയുന്നത് ഹിരണ്യഗർഭഃ സമവർത്തകാഗ്രേ ഭൂതസ്യജാത മതിരേക ആസിത് സദാകാരം പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ അവിശാപിദേവാം. ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച്, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച അതീശാധികാരിയായ ഒരു പടച്ചോനെ കുറിച്ചാണ് പറയുന്നത്. ആ പടച്ചോന് ഓരോ കാലത്ത് ഓരോ ഭാഷയിൽ വിവിധ പേര് വിളിച്ചു. ദിദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഉദയതമ്പുരാൻ, പടച്ചതമ്പുരാൻ, ആണ്ടവൻ എന്നൊക്കെയുള്ള വിളി. എവിടെയാണ് അറബിൽ അൽ ഇലാഹു, സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു. അല്ലാഹുല്ലദീ ഖലഖകും. ആരാ അല്ലാഹു? ഖുർആനിലെ 30-ാം അധ്യായം 40-ാമത്തെ വചനം. അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. ആരെ? 800 കോടി മനുഷ്യരെ. ഖുർആൻ അങ്ങനെ പരാമർശം. ഖുർആനിലെ 21 സ്ഥലത്ത് ഖുർആൻ വിളിക്കുന്നത് എന്താ അറിയോ നിങ്ങൾക്ക്? 21 സ്ഥലത്തൊരു വേദഗ്രന്ഥം യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ. ഞാൻ ചോദിക്കുന്നു, ഈ വിളിയിൽ പാശ്ചാത്യരെ എന്നുണ്ടോ? പൗരസ്ത്യരെ എന്നുണ്ടോ? ഇന്ത്യക്കാരെ എന്നുണ്ടോ? മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ എന്നുണ്ടോ? ഖുർആന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആന്റെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിന്റെ 7-ാം അധ്യായം 158-ാമത്തെ വചനം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഖുർആന്റെ 82-ാം അധ്യായം 6-ാമത്തെ വചനം, ഖുർആന്റെ 85-ാം അധ്യായം 5-ാമത്തെ വചനം, ഖുർആന്റെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആനിന്റെ 35-ാം അധ്യായം 15-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ഇതിലെവിടെയാണ് വർഗീയത ഉള്ളത്? ഇതിലെവിടെയാണ് വിഭാഗീയത ഉള്ളത്?
പണ്ഡിറ്റ് ജവഹർലാൽ പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറഞ്ഞു, ഈയാമ്പാറ്റകളെ പോലെ കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് ചേക്കേറി. എന്താ കാരണം? ചതുർവർണ്ണ്യം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ കതിക രമണീയാം ചരണേ അഭ്യാസേ ഹയതേ രമണീയാം യോനി അപ്പൊ ചോരൻ വസുകര യോനി ചണ്ടാട യോനി എന്ന് ചന്തോപനിഷത്തിലുള്ള വാചകമാണ്. ദൈവത്തിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, ദൈവത്തിന്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, ദൈവത്തിന്റെ കാൽത്തുടകളിൽ നിന്ന് വൈശ്യൻ, ദൈവത്തിന്റെ കാൽപാദത്തിൽ ശൂദ്രൻ. ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാലം, 60-ലധികം ജാതി ഉണ്ടായിരുന്ന കാലം. ഇന്നും ഉത്തരേന്ത്യയിൽ ദളിതൻ അമേദ്യം തിന്നേണ്ടി വരുന്ന ഗതികളുള്ള നമ്മുടെ രാജ്യം. നേരത്തെ ഇവിടെ ആദരണീയായ എന്റെ പ്രിയ സഹോദരൻ SNDPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചൊരു വാചകമുണ്ട്. ആ വാചകം കുമാരനാശാന്റെ മനോഹരമായ നാലുവരി കവിതയാണ്. സ്നേഹത്തിൽ ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഈ സ്നേഹം സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വയലാറിന്റെ വരികൾ പാടിപ്പതിഞ്ഞ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഉപജീവനം തേടി ഈ ഒമാനിന്റെ മണ്ണിൽ, സുന്ദരമായ പ്രകൃതി രമണീയമായ ഈ മണ്ണിൽ, ബ്യൂട്ടിഫുള്ളായ ഈ മണ്ണിൽ, ഇത്ര വൃത്തിയുള്ള ഈ ഒരു രാജ്യത്ത് വന്ന് നമുക്ക് ചിന്തിക്കാം, ആരാണ് ഈ പർവ്വതത്തെ ഈ വിധം നാട്ടി വെച്ചിരിക്കുന്നത്? ആരാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്? ഇത്ര ഘടനാപരമായ ഒരു സൃഷ്ടിവൈഭവം എനിക്ക് തന്നിട്ടുള്ളത് ആരാണ്? അവനെ കുറിച്ചുള്ള പഠനം, അവനെ ഞാൻ പറയുന്നു. നിങ്ങൾ നോക്കൂ, ദശരഥ മഹാരാജാവ് പുത്രകാമേറ്റ് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകൈ, കൗസല്യ, സുമിത്ര മൂവരും കഴിച്ച് കൗസല്യ ഗർഭം ധരിച്ചു. ഈ മൂവരും ഗർഭം ധരിച്ചു. കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു. കൗസല്യയുടെ പുത്രനായിട്ട് ജനിച്ചു. ആമിനയുടെ പുത്രനായിട്ട് മുഹമ്മദ് നബി ജനിച്ചു. മറിയമിന്റെ പുത്രനായിട്ട് ഈസാൻ. 3 പ്രബല മതങ്ങളുടെയും ആചാര്യന്മാർ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ വളർന്നവരാണ്. ഒറ്റ ചോദ്യം, ഒരു ചെടിയുടെ വിത്തിട്ട് ആ വിത്തിനെ നനച്ച് വളം കൊടുത്ത് വളർത്തി വളർച്ചയുടെ നിർണായക ഘട്ടം അതിന് കടന്നു പോരണമെങ്കിൽ അതെങ്ങനെ ഈശ്വരനാകും? വിശപ്പുള്ള, ദാഹമുള്ള, ക്ഷീണമുള്ള, മരിച്ചു പോകുന്ന, വേദനയുള്ള, രക്തമൊലിക്കുന്ന ഒരു സൃഷ്ടി എങ്ങനെ ദൈവമാണ്? ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കണം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന ഉറച്ച വിശ്വാസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്കറിയുമോ, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല കൃഷ്ണ, എനിക്ക് വേണ്ട ഈ രാജ്യവും വേണ്ട, ലോകവും വേണ്ട, വെട്ടിപ്പിടിക്കുകയും വേണ്ട, എനിക്ക് പലസ്തീനും വേണ്ട, എനിക്ക് ഇസ്രായേലും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ഈ രാജ്യമോ ലോകമോ അല്ലെങ്കിൽ അധികാരമോ ഒന്നും എനിക്ക് വേണ്ട. ആരാ പറയുന്നത്? ശ്രീകൃഷ്ണനോട് പറയാൻ, അർജുനൻ പറയാൻ. ആ സമയത്ത് അർജുനൻ പറയുന്ന ഒരു വാചകമുണ്ട്, ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ വചനം. അതിന് തുറക്കം തന്നെ എങ്ങനെയാ പറയുന്നത്? അർജുന, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്, ശ്രദ്ധിച്ച് കേൾക്ക് എന്ന് പറഞ്ഞു കൊടുക്കണം. അധോവപ്രാപ്സ്യസി സ്വർഗം, അധോവപ്രാപ്സ്യസി സ്വർഗം ജിതോവാപ്സ്യസി മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകും. നിങ്ങൾക്കറിയോ, പ്രവാചകന്റെ ഒരു ശിഷ്യൻ കാരക്ക കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ ഈ കാരക്ക കുറിക്കൽ നിർത്തി ഈ ധർമ്മയുദ്ധത്തിൽ പങ്കെടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ദഖലൽ ജന്ന, സ്വർഗത്ത് പോകും. ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞേ? ദഖലൽ ജന്ന. ശരി, ഞാൻ ചോദിക്കുന്നു, ഹിന്ദു മതപ്രകാരം, ഹൈന്ദവ ദർശന പ്രകാരം, സനാതന ധർമ്മപ്രകാരം സ്വർഗമുണ്ടോ? നരകമുണ്ടോ? നരകമുണ്ടെന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറയാം. നരകമുണ്ടെന്ന് പറയുന്ന ഒരു വാചകം പറയാം. സ്വർഗത്തെ കുറിച്ച് എന്നൊരു വാചകം പറഞ്ഞു. ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം നിങ്ങളൊന്ന് പോയിട്ട് പരിശോധിക്കും. അന്തം തമഹ പ്രവിശക്തിയെ സമ്പൂജ്യമുപാസതേ ചതുർഭുയഹിമതേ യുഗ സമ്പൂജ്യമൃതഃ. എന്റെ അർത്ഥം പറയൂ, ദൈവേതരരെ, അതായത് സാക്ഷാൽ ഏക ദൈവത്തെ അല്ലാതെ അവന്റെ സൃഷ്ടികളിൽ ഏത് ദേവിയെ, ഏത് ദേവനെ, പാമ്പായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, എന്തിനും നിങ്ങൾ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്ത് പോകുന്ന പറയുന്നത്. അപ്പൊ നരകമുണ്ടോ? ഉണ്ട്. സ്വർഗമുണ്ടോ? ഉണ്ട്. ഇസ്ലാമിൽ എന്തായാലും അതിനെ കുറിച്ചാണ് സംസാരം. നിങ്ങൾക്കൊക്കെ അറിയാം. വലിയ വിവാദമാണ് സ്വർഗത്തിൽ ഹൂർലിംഗങ്ങളുണ്ട് എന്നൊക്കെ.
അത് മനുസ്മൃതിയിലുണ്ട്, പക്ഷെ വായിച്ചില്ല. സ്വർഗത്തിലെത്തുന്നവർക്ക് അവിടെ എത്ര സ്ത്രീകളുണ്ട് ബൈബിളില്? ആരും വിവാദമാക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ സ്വർഗവും നരകവും സാധാരണ പറയാറില്ല. സ്വർഗവും നരകവും പറഞ്ഞ് മനുഷ്യരെ ഉണ്ടാക്കുന്ന ഏകമതം ഇസ്ലാമായി മാറി. സത്യത്തിൽ ഞാൻ ഒരു ഒറ്റ വളരെ ബുദ്ധി കൊടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകത്തിലെത്തുന്ന ചിന്തിക്കെന്തായിരിക്കും? യുദ്ധത്തിന് തയ്യാറാകാതെ നിന്ന ഒരാളെ സ്വർഗം പറഞ്ഞ് പ്രചോദിപ്പിക്കുന്ന കൃഷ്ണനെയാ കാണുന്നത്. എന്താ ആധുനിക ലോകത്തെ മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി? എന്നെ ചില ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായപ്പോ നിങ്ങൾ സ്വർഗത്തെ പറ്റി പറയില്ലേ എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു സ്വർഗത്തെ പറ്റിയാണ് പറയുന്നത്. സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് ആളുകളെ ഭീകരവാദിയാക്കില്ലേ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണനാണ് ആ പണി ആദ്യം ചെയ്ത ആള്. കാരണം യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൊണ്ട് ആയുധം എടുപ്പിച്ച് ബാക്കിയുള്ളവരെ കൊല്ലിച്ച പണിയെടുത്തു കൃഷ്ണൻ. അപ്പൊ എങ്ങനെ ചിന്തിക്കും സാറേ എന്ന് ചോദിച്ചു. എനിക്ക് തരക്കേടില്ലല്ലോ, ഞാൻ പോലും ചിന്തിച്ചില്ലല്ലോ, ഞാൻ ഒരു ഹിന്ദു ആണല്ലോ. സാർ നിങ്ങൾ ചിന്തിക്കൂ, ഒരു വേദഗ്രന്ഥത്തിൽ അപ്പൊ അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്. ശ്രീകൃഷ്ണൻ അന്യായമായ ആരെയും കൊല്ലാൻ പറഞ്ഞ അല്ല, അത് ഒരു ധർമാധർമ്മ യുദ്ധമാണ്. അതിന് കുടുംബമെന്നോ ഉച്ചവരെന്നോ ഉടയവരെന്നോ ഒന്നുമില്ല. നോക്കൂ, അർജുനൻ പറയുന്നറിയോ, അശ്വത്ഥാമാവ്, കർണൻ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, കവചകുണ്ഡലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, ഇവരെ കണ്ട് ഞാൻ ചെയ്യൂല. അപ്പോഴാ പറയുന്ന അധോവ പ്രാപ്തസ്യ സ്വർഗം ജിതോവ ഭോക്ഷസേ മഹീം തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ജയിച്ചാലും രാജ്യം അനുഭവിക്കാം, തോറ്റാലും സ്വർഗം കിട്ടും. നോക്കണേ, ഈ വാചകം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാചകം ബൈബിളിലുണ്ട്, ഇഷ്ടം പോലെ വാചകമുണ്ട് ബൈബിളില്. ഞാൻ പറയുന്നത് നമുക്കൊന്ന് മതം പഠിച്ചുകൂടെ? മതം കേൾക്കുമ്പോഴേക്ക് ആളുകൾക്ക്, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൂക്തം വേഗത്തിൽ പറഞ്ഞു തരാം. ആ വാചകം നിങ്ങൾ ശരിക്കും, ഞാൻ ആദ്യം ബൈബിളിൽ നിന്ന് ഒരു 3-4 ഉദ്ധരണി നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാനതിവിടെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ കാര്യം ബോധ്യപ്പെടാൻ. എന്റെ മെമ്മറിയിൽ നിന്ന് എടുത്തു പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. നാളെയും ഇൻഷാ അല്ലാഹ് കഴിഞ്ഞേക്കാം. അതല്ല ഞാൻ പറയും, ഇതൊരു പഠനവും കൂടിയാണ്. ഈ തലക്കെട്ട് സ്വീകരിക്കുമ്പോൾ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് ഇതിന്റെ വരുംവരായികകളെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടാണ് ഈ ഏറ്റവും മാനവികമായി ഈ തലക്കെട്ട് സ്വീകരിച്ചത്. യുക്തിവാദി സംഘത്തിന്റെ ഒരു സമ്മേളനം നടക്കുന്നിടത്ത് മതവിശ്വാസികൾക്ക് പോയിക്കൊള്ളണമെന്നില്ല. മതത്തിന്റെ പേരിൽ നടക്കുന്നത് മതമല്ല, ഞാൻ പറയുന്നത് മാനവ സൗഹാർദ്ദമാണ്. മാനവൻ, മനുഷ്യൻ, ആ മനുഷ്യൻ എന്ന സൃഷ്ടിയെ കുറിച്ച് വേദം പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോക്ക്. ഉൽപ്പത്തി പുസ്തകം മുതൽ മാലാഖ്യ വരെയുള്ള 39 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പഴയ നിയമം, 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമം. ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും. അതിലൊരു വാചകം നോക്കൂ. കർത്താവ് പറഞ്ഞു, ഞാനാണ് സർവശക്തനായ ദൈവം, നീ എന്റെ മുമ്പാകെ നടക്കുക. യേശു ജനിക്കുന്നതിന്റെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് വേദഗ്രന്ഥത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ആദാമിന്റെ കാലത്ത്, ഉൽപ്പത്തിയുടെ കാലത്ത് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 17:1 പറയാണ് സർവശക്തനായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. യേശുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ബൈബിൾ ഒരുപാട് തവണ വായിച്ച ഒരാളാണ്. യേശുവിന് വിശന്നു, ചിന്തിക്കാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ്. യേശുവിന് വിശന്നു. യേശു അത്തിമരം നോക്കും, അതിന് നിറയെ പഴമുണ്ട് എന്ന് ദൂരേന്ന് യേശുവിന് തോന്നുകയാണ്. യേശുവിന്റെ കണ്ണെന്താണെന്ന് മനസ്സിലാക്കാൻ ദൂരെ നിന്ന് യേശു അത്തിമരത്തിൽ നോക്കിയപ്പോൾ അതിൽ പഴമുണ്ട്. സീസൺ അല്ല അത്, അതുപോലും ചിന്തിച്ചില്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് യേശുദേവൻ ആ മരത്തിന്റെ അടുത്തെത്തി. മനസ്സിലായി ഇല മാത്രമേ ഉള്ളൂ, ഒറ്റ അത്തിപ്പഴവുമില്ല. അദ്ദേഹം അതിനെ ശപിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ശാപവാക്ക് പൊഴിയാനല്ല അദ്ദേഹം വന്നത്. അപ്പൊ ആ വാചകം എവിടെ നിന്ന് വന്നു? അവിടെയാണ് അദ്ദേഹം വഞ്ചിയിൽ ഉറങ്ങിപ്പോയി. കാറ്റും കോളും വന്ന് വഞ്ചി ആടി ഉലഞ്ഞപ്പോ ശിഷ്യന്മാർ അദ്ദേഹത്തെ ശക്തമായി വിളിച്ചു. അന്ന് സുഖമായി ഉറങ്ങുകയാണോ, ഞങ്ങൾ ആപത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ എന്നാണ്. അത് അറിഞ്ഞിട്ടില്ല. അത് അറിയാത്ത ഒരാളെങ്ങനെ സർവശക്തനായ ദൈവമാകും? മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുപോകാണ്. സന്തോഷത്തോടെ പോവുകയാണ്. ഇത് മരിക്കാനോ അല്ല, ഭക്ഷണം കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് വലിയൊരു കല്ല് തലയിൽ ഉരുട്ടിയിടാനാണ് അവർ തീരുമാനിച്ചത്. അറിഞ്ഞില്ല, ദൈവം അറിയിച്ച പറഞ്ഞു. പച്ച മനുഷ്യന്മാർ. ഈ പച്ച മനുഷ്യന്മാരെയാണ് നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവ് കാരുണ്യവും പ്രസാദവുമുള്ള ദൈവമാകുന്നു. ക്ഷമയും അചഞ്ചലതയും വിശ്വസ്തതയും നിറഞ്ഞവനാകുന്നു. ആയിരങ്ങളോട് അചഞ്ചല സ്നേഹമുള്ള, അതിക്രമവും പാപവും ഏറെ പൊറുക്കുന്ന കരുണാവാരിധിയായ ദൈവം. പുറപ്പാടിന്റെ 34:6-7 സൂക്തമാണ്. അടുത്ത വാചകം നമ്മൾ കേട്ടെ. അതിങ്ങനെയാണ്, ഇസ്രായേലിനെ കേട്ടാലും
നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, മൂന്നാളുമില്ല. അതെങ്ങനെയാ തുടങ്ങുന്ന അറിയുന്നത്? ഹീബ്രു ഭാഷയിലാണ്. അരാമിക് ഭാഷയിൽ യേശുവിൻ്റെതായി നമുക്കൊന്നും കിട്ടിയിട്ടില്ല, ഏതാനും വാക്യങ്ങളല്ലാതെ ഹല്ലേലൂയ എന്നത്. ഇവിടെ പറയാണ് ഷെമ്മ ഇസ്രായേല. അപ്പൊ അതെങ്ങനെ? ഷെമ്മ ഇസ്രായേല അഡോണ എലോഹിം അഡോണ യഹ്. അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവം ഏക ദൈവം. ഏകം സർവ്വഭൂതാവിപ്രാവദന്തി. നിങ്ങൾ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ഏകം 5 തവണയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവമേകനാണ്. ഞാന് സന്തോഷം കൊണ്ട് പറയാണ്, 1080-ലധികം വരുന്ന ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. ഞാൻ അവിടുത്തെ സന്യാസിമാരോട് മുഴുവൻ ചോദിച്ചിട്ടുണ്ട്, ഒന്നിലധികം സാക്ഷാൽ ദൈവം ഒന്നിലധികം ഉണ്ടോ? ഒരൊറ്റ പള്ളിയിലച്ഛനും ഒരൊറ്റ സന്യാസിയും എന്നോട് ഒന്നിലധികം ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പബ്ലിക്കിൽ വന്നിട്ട് പറയും പലതും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലതായിപ്പോയി. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ ഒന്നിച്ച് ജീവിക്കാൻ, സ്നേഹിക്കാൻ, തമ്മിൽ തല്ലാത്ത സാഹോദര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലേ? മതത്തിന്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ കഴുത്തിറക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക്, ബാബരി മസ്ജിദ് കൊടുമ്പിരിക്കൊണ്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നാം ആഗ്രഹിച്ചിട്ടില്ലേ ഐക്യവും സ്നേഹവും? എന്തുകൊണ്ട് നമ്മൾ ഭിന്നിച്ചു? എന്നും ഭിന്നിച്ചിട്ട് ഒരു മൈത്രി സമ്മേളനം വെക്കേണ്ട ഗതികേട് ഉണ്ടാവണം? വേദഗ്രന്ഥം നിങ്ങൾ നോക്കൂ. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു വാചകം, ആ വാചകം ഞാൻ നിങ്ങൾ പറയാം. നോക്കൂ, ആ വാചകം ഞാൻ ചുരുക്കി പറയാണ്, കാരണം എനിക്ക് ഹൈന്ദവ വേദഗ്രന്ഥത്തിലും ഖുർആനിലേക്കും വരേണ്ടതുള്ളത് കൊണ്ട്. യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു പ്രഭു ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ്? മാർക്കോസിന്റെ 12-ാം അധ്യായം 29-30 വാചകങ്ങളാണ്. ബൈബിള് നമ്മൾ വായിക്കുന്നതാണ്. ഏത് ബൈബിൾ മലയാളത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയേ, അതിൽ പറയണേ ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കുക, ആരാധിക്കുക എന്നാണ്. ഏകനായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ യേശുവിനെ കുരിശിലേറ്റി എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾക്കുണ്ട്? പക്ഷേ യേശുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് യേശു ചെയ്ത പ്രാർത്ഥന വിവിധ രൂപത്തിൽ ബൈബിളിലുണ്ട്. എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ പ്രാർത്ഥന അറിയോ? കർത്താവേ കർത്താവേ, നീ എന്നെ കൈവെടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. ഏലി ഏലിലമ്മ ശബദ്ധാനി. എന്റെ ഒരൊറ്റ, ഞാൻ ഈ വാചകം വായിച്ചു പക്ഷപാതിത്വമില്ലാതെ. ഇസ്ലാമാണ് ശരി എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് വായിച്ചതല്ല, ഇസ്ലാം തന്നെയോ ശരി എന്ന സംശയത്തോടുകൂടി വായിച്ചതാണ്. അവിടെ ഞാൻ കാണുന്നു, യേശു കുരിശിലേറുന്ന സമയത്ത് എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ കർത്താവേ, നീ, നിങ്ങളല്ല, മൂന്നാളുമല്ല, ഒരുപാടുണ്ട്, നീ എന്നെ കൈവിടിഞ്ഞതെന്തേ? നമ്മൾ ഒരു ആളുകൾ, ഒരു സംഘം നമ്മളെ പാതി വഴിയിൽ ഇറക്കി വിട്ടുപോയി. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ പാതി വഴിയിൽ ഇറക്കിയില്ലേ എന്നേ നമ്മൾ ചോദിക്കും. നമ്മളൊരു 2 വീലർ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ ഇറക്കി, നീ എന്നെ എന്താണ് അവിടെ ഇറക്കിയിട്ടെന്ന് ചോദിക്കും. എങ്കിൽ പറയൂ, കർത്താവേ കർത്താവേ, നീ എന്നെ കൈവെടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടമാണ്. നോക്കൂ, യേശു വേറെ, ദൈവം വേറെ. യേശു പഠിപ്പിച്ചതാണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ യേശു പഠിപ്പിച്ച ദൈവം നമ്മുടെയൊക്കെ ദൈവമാണ്. ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് സംസാരിക്കാൻ നാവ് തന്നതും ഇവിടെയുള്ള എന്റെ ആദരണീയനായ ഇവിടെ സഹ സംസാരത്തിന് വന്നിട്ടുള്ളവരെയും ഈ നാവ് സൃഷ്ടിച്ചത് ഒരേ പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ. നമ്മുടെ പാൻക്രിയാസും നമ്മുടെ സെറിബെല്ലവും നമ്മുടെ കണ്ണും കാതും എല്ലാം നമുക്ക് നൽകിയ ഒരൊറ്റ ദൈവമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം നിസ്സാരമല്ല, ആ സന്തോഷം നിസ്സാരമല്ല. ബാല ദേവ, നീ എന്റെ സഹോദരനാണ്. എടാ, നമ്മുടെ അച്ഛൻ ഒന്നാടാ, നമ്മുടെ തറവാട് ഒന്നാടാ, നമുക്ക് സൂര്യൻ തന്നത് ദൈവമാണടാ, മഴ ചൊരിഞ്ഞ ഒറ്റ ഈശ്വരനാണടാ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ സ്നേഹമില്ലേ? നേരത്തെ പറഞ്ഞ എന്റേത് നിന്റേത് എന്നതിന് പകരം നമ്മൾ എന്ന ആ മഹാശബ്ദമില്ലേ? ആ മഹാശബ്ദത്തെക്കാൾ മനോഹരമായ എന്താ ഉള്ളത്? ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന ഖുർആനിലെ ഒരു പ്രാർത്ഥന, 1-ാം അധ്യായത്തിൽ 5-ാമത്തെ പ്രാർത്ഥന, ഞങ്ങൾ നിന്നെ ആരാധിക്കും. മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോൾ പോലും ഞങ്ങളെന്ന ശബ്ദമാണ് വേദഗ്രന്ഥത്തിന്റെ ശബ്ദം. എത്ര മനോഹരമാണല്ലേ? ഒരു ജൂതന്റെ സാമഞ്ജമേറ്റി കൊണ്ടുപോകുമ്പോ പ്രവാചകൻ എഴുന്നേറ്റെന്ന് ആദരിച്ചു. അനുയായികൾ ചോദിച്ചു, അങ്ങ് എന്തിനും ഒരു ജൂതനെ ആദരിക്കണം? പ്രവാചകന്റെ തിരിച്ചുള്ള ചോദ്യം, ജൂതൻ മനുഷ്യനല്ലേ, മാനവനല്ലേ? മനുഷ്യനാണ്. അതാണ് ആ മനുഷ്യൻ. നിങ്ങൾ നോക്കൂ, സുഗതകുമാരി ടീച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ
അഭയം എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ ആയിഷ എന്ന് പറയുന്ന മലപ്പുറത്തുകാരി ഒരു പെൺകുട്ടി പ്രേമിച്ചപ്പോ കാമുകൻ ഒഴിവാക്കിയ ഒരു പെൺകുട്ടി ഒരു ഹൈന്ദവ പയ്യനെ പ്രേമിച്ചു. ആ പയ്യനെ അവരെ ഗർഭിണിയാക്കി പാതി വഴിയിലിട്ടു പോയി. അഭയ എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ ആയിഷ മോളെത്തുന്ന രംഗം വിവരിക്കുന്നുണ്ട് സുഗതകുമാരി ടീച്ചർ. അവിടെ വരുമ്പോ മെലിഞ്ഞ് ഉണങ്ങി പ്രസവിക്കാൻ പ്രായമായി ക്ഷീണിച്ചവശയായ ഒരു പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷക്കാരനോട് അഡ്രസ് ചോദിച്ച് അഭയയിലെത്തി നട്ടപ്പാതിരാക്കോടെ വിളിച്ചു വരുത്തി. ആ കുട്ടിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. സുഗതകുമാരി ടീച്ചർ ഓടിച്ചെന്ന് ബാക്കിയുള്ള സഹപ്രവർത്തകരും ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ ചെയ്തു. പോകുന്നത് സുഗതകുമാരി ടീച്ചറാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്ന ഒരു ടീച്ചർ. ആയിഷ മോളാകട്ടെ മലപ്പുറത്ത് ജനിച്ച ഒരു മുസ്ലിം പെൺകുട്ടി. ഇനിയാണ് ഞാൻ പറയുന്നത്, ഫാദർ ഇവിടെ ഇല്ലാതെ പോയി. ഇനിയാണ് പറയുന്നത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നട്ടപ്പാതിരാക്കി ഈ കുട്ടിയുടെ ബ്ലഡ് കിട്ടാൻ വേണ്ടി, റെയർ കേസ് ബ്ലഡ് ആയതുകൊണ്ട് കിട്ടാൻ വേണ്ടി സുഗതകുമാരി ടീച്ചർ വിളിക്കാത്തിടങ്ങളില്ല. അവസാനം ഒരു പള്ളിയിൽ ചെന്ന് ചർച്ചിൽ ചെന്ന് മുട്ടി അവിടുത്തെ ഫാദറിനെ വിളിച്ചു. ഇന്ന് കുട്ടിക്ക് ബ്ലഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ കഴിഞ്ഞ ദിവസരാക്ക് ബ്ലഡ് കൊടുത്തു പോയി. എങ്കിലും എന്റെ ബ്ലഡ് ഡോക്ടർമാരെ എടുക്കുമെങ്കിൽ എന്റെ ആയിഷ മോൾക്ക് വേണ്ടി ഞാൻ വരും. ആ ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് കൊടുത്ത് നോക്കൂ, ഒരു ഹൈന്ദവ സഹോദരിയുടെ മേൽനോട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ശരീരത്തിലെ ബ്ലഡിന്മേൽ ആയിഷ മോള് കുഞ്ഞിന് പ്രസവം നൽകി. കുഞ്ഞ് മരിച്ചുപോയി. ആയിഷ മോള് രക്ഷപ്പെട്ടു. ഇവിടെ 3 മതത്തിന്റെ ആളുകൾ ഒന്നിക്കുന്നു. എന്തിന്? ഒരേ ആരാധന നടത്താനല്ല. ചിന്തിക്കണം, സവിശേഷമായി ചിന്തിക്കണം. ഈ 3 പേരും ചേർന്ന് ചർച്ചിൽ ആരാധന നടത്തിയല്ല, ഈ 3 പേരും ചേർന്ന് മാനവ സൗഹാർദ്ദം സൃഷ്ടിച്ചു. ഇതാണ് നമ്മുടെ ഇന്ത്യ, ഇതാണ് നമ്മുടെ രാജ്യം. നിങ്ങൾക്കറിയോ, ബാബറി മസ്ജിദ് പൊളിക്കാൻ ചെല്ലുമ്പോ ആദ്യം കൊല്ലപ്പെട്ടത് ഒരു ഹിന്ദു സന്യാസിയാണ്. ബാബറി മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് ഈ സന്യാസി, തൊട്ടടുത്ത ക്ഷേത്രത്തിലെ സന്യാസിയായിരുന്നു അദ്ദേഹം. ഈ കരസേവകരോട്, ഈ വന്ന ആളുകളോട്, സംഘപരിവാരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രാമനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് പൊളിക്കരുത്. ഒരു സന്യാസിയുടെ വാക്കാണ്. അതാണ് സന്യാസം. നിങ്ങൾ അയോധ്യ എന്ന പേരിനെ അർത്ഥമാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ രക്തപങ്കിലമാക്കരുത്, ഇവിടെ നിങ്ങൾ കലാപം ഉണ്ടാക്കരുത്. എന്തെവിടെ സംഭവിച്ചത്? ഈ സന്യാസിയുടെ നെഞ്ചും കൂടി കുത്തിപ്പിളർന്നുകൊണ്ടാണ് ആദ്യം സംഘപരിവാരങ്ങളുടെ താണ്ഡവമാടിയത്. ഇസ്ലാമിന് വേണ്ടി കൊല്ലപ്പെട്ടത് ഒരു സന്യാസിയാണ്. ഒമാനിൽ ഈ പ്രോഗ്രാം വെക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് എന്തുകൊണ്ടറിയോ? വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ രാജ്യം, എത്രമേൽ സൗഹൃദത്തിൽ കഴിഞ്ഞുകൂടിയ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ചിരിക്കുന്നു എന്ന് എനിക്കൊക്കെ സങ്കടം തോന്നാറുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിൽ നിന്ന് 2 മണിക്കൂറിലധികം പ്രസംഗിക്കാൻ എനിക്ക് അവസരം തന്ന ഹൈന്ദവ സമൂഹത്തിനിടയിൽ എന്റെ പോലും പ്രഭാഷണത്തിന്റെ അരക്ലിപ്പ് മുറിക്ലിപ്പിട്ട് എന്നെ ഭീകരവാദിയാക്കി തുറങ്കലടക്കണം എന്ന് വാദിക്കുന്നവർ, എനിക്ക് സങ്കടം തോന്നാറുണ്ട് ചിലപ്പോക്കെ. പിന്നെ മാവിൽ നിറയെ മാമ്പഴം ഉണ്ടെങ്കിൽ കല്ലെറിയുമല്ലോ എന്ന് സമാധാനിക്കാൻ. ആ സമാധാനമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ക്ഷേത്രത്തിൽ പ്രസംഗിച്ച ഒരു അമ്മ ഓടിയിട്ട് എന്റെ കാറിൽ കയറി എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിന്റെ കൂടെ പോരുകയാണ്. ഇതാണ് മതമെങ്കിൽ, ഇതാണ് മാതാവിനെ കുറിച്ചുള്ള സങ്കല്പമെങ്കിൽ മോനെ ഞാൻ നിന്റെ കൂടെ വരികയാണ്. ഏറ്റവും കൂടുതൽ വൃദ്ധസദനം കുറവുള്ള ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. എന്തുകൊണ്ടാണ് അറിയോ? ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവുള്ള ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. എന്തുകൊണ്ട് എന്നറിയോ? ജീവിക്കാൻ ത്രാണി നൽകിയൊരു വിശ്വാസത്തിന്റെ ഭേദഗ്രന്ഥം അവർ കയ്യിൽ എന്തുന്നു. എങ്ങനെ ശ്രമിച്ചാലും ആത്മഹത്യ ഏറ്റവും കുറവ് ലോകത്ത് മുസ്ലിങ്ങൾക്കാണ്. കാരണം വിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞാൽ, നിന്റെ ജീവിതം ഒരു പരീക്ഷണമാണ്. നിന്റെ മക്കളെ കൊണ്ട് പരീക്ഷിക്കും, രാജ്യത്തെ ഭീകരവാദം കൊണ്ട് നിന്നെ പരീക്ഷിക്കും, പല നിലക്കുള്ള പ്രകൃതി ദുരന്തം കൊണ്ട് നിന്നെ പരീക്ഷിക്കും. പതറരുത്, തോറ്റു പോകരുത്. The travelers that walk the road wind up all the way from beginning to end. ജീവിതത്തിന്റെ അന്തിമ യാത്രയിൽ ചെന്നു ചേരാനുള്ള ഈശ്വരന്റെ പാതയെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമുണ്ട് എന്നാ പറയുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പറയുന്നത് നോക്കൂ, നിങ്ങൾ ശരിക്കും ചിന്തിക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത എന്താ? അമ്പലത്തിൽ നിന്നുള്ള ശങ്കുലിയും, ചർച്ചിൽ നിന്നുള്ള മണിയഴിയും, പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്കുലിയും ഒന്നിച്ചു മേടിച്ച നാട് അല്ലെ? ബാങ്കുലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ച നടന്നു. അയർലാൻഡിൽ ഇരുന്ന ഒരു ക്രിസ്ത്യാനി പ്രബോധകൻ
ബാങ്ക് നിരോധിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു, ആളുകളുടെ കയ്യടി നേടി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആത്മാർത്ഥമായി സദസ്സിലിരിക്കുന്ന ഹൈന്ദവരോട്, ബാങ്ക് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ കൃത്യ ടൈം നിർണ്ണയിക്കുന്നതിൽ, നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതിൽ, നിങ്ങളുടെ ജോലി വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എന്നറിയിക്കുന്നതിൽ, ഉച്ച കഴിഞ്ഞു എന്നറിയിക്കുന്നതിൽ എല്ലാം സഹായിച്ച ഒന്നുണ്ട്, പള്ളി മിനാരങ്ങളുടെ ബാങ്ക്. അത്രയെങ്കിലും അതിനൊരു ഗുണമുണ്ടായി. അതാരെയും ഉപദ്രവിച്ചിട്ടില്ല. അമ്പലത്തിൽ മണിക്കൂറുകളോളം ചെണ്ടമുട്ടുകയും അവിടെ കതിന പിടിപൊട്ടുമ്പോഴും ഇതേ അസഹിഷ്ണുത മുസ്ലിങ്ങൾ കാണിച്ചാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആത്മാർത്ഥമായി തുറന്നു സംസാരിക്കണം. ഞാൻ എല്ലാ സദസ്സിലും സംസാരിക്കുന്ന കാര്യമാണ്. എനിക്ക് എന്റെ മതത്തോട് ആദരവും ബഹുമാനം ഉണ്ടാവാം. അതാണ് ബൗദ്ധരത. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 25 വീണ്ടും വീണ്ടും വായിക്കപ്പെടേണ്ടതാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ആ മതം ആചരിക്കാൻ, ദെൻ പ്രീച്ചിങ് നടത്താൻ. ഏത് മതം? അദ്വൈത ദർശനം. ഇവിടെ അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞു. ബ്രഹ്മസത്യം ജഗത് വിദ്യ ജീവോ ബ്രഹ്മൈവനാപരാം അഹം ബ്രഹ്മാസ്മി തത്വമസി, ശങ്കരാചാര്യരുടെ ദർശനം. അത് ഹക്ക് അന്തലക്ക് എന്ന സൂഫി ചിന്ത. ഇസ്ലാമിന് അതില്ല. ഇസ്ലാം ഒരു ദൈവം വേറെ, മനുഷ്യർ വേറെ. അതൊക്കെ സൃഷ്ടികളാണ്. സൃഷ്ടിക്കൊരിക്കലും സൃഷ്ടാവാകാൻ കഴിയില്ല. വേദഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾക്ക് ചില വാചകങ്ങൾ വായിച്ചു തരാം. നോക്കൂ നിങ്ങൾ. പ്രഥമ ശ്ലോകം 6-7 വചനങ്ങളാണ്. ഭക്ത, നീ ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ കൈകൂപ്പി നിൽക്കുന്നത്, അത് സാക്ഷാൽ നിന്റെ ദൈവമല്ല എന്ന് പറയുന്നു. അത് സാക്ഷാൽ നിന്റെ ദൈവമല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. കണ്ണുകൊണ്ട് കാണുന്നതും ദൈവമല്ല. അതുകൊണ്ടാണ് സത്യാർത്ഥ പ്രകാശം, ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞത്, അറിവ് വളരെ കുറഞ്ഞവരെ ബിംബം വെച്ച് ആരാധിക്കുകയുള്ളൂ, യഥാർത്ഥ അറിവുള്ളവരെ ചെയ്യില്ല. ഞാൻ അഭിമാനത്തോടുകൂടി നിങ്ങളോട് സന്തോഷത്തോടുകൂടി പറഞ്ഞോട്ടെ, ലോകത്തെവിടെയെങ്കിലും മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു എന്ന് പറഞ്ഞ് ഒരു ക്രിസ്ത്യാനിയെ ഒരു മുസ്ലിമിന് കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തതിന്റെ പേരിൽ ഒരു കലാപം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? ശ്രീരാമന്റെ പ്രതിമ കൊണ്ടുവച്ച് ബാബരി മസ്ജിദിൽ വെച്ചതിന്റെ പേരിൽ നമ്മൾ അകന്നിട്ടില്ലേ? പ്രതിമ നമ്മൾ അടുക്കാൻ പഠിപ്പിച്ചതാണോ അകറ്റാൻ പഠിപ്പിച്ചതാണോ? ആവർത്തന പുസ്തകത്തിൽ പറയണമെന്നറിയോ, മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കരുത്, ആണിന്റെയും പെണ്ണിന്റെയും ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാമോ, പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം ഞാൻ വായിച്ചു, ഇന്നും വായിച്ചു. അത് വായിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മിസ്രീന്റെ തുടങ്ങുന്നത് എങ്ങനെയാണ്? മിസ്രീൻ ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. യജുർവേദം വായിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അതിന്റെ 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം, നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബിയുടെ പ്രതിമയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രതിമ തകർക്കപ്പെട്ടു എന്നൊരു പ്രശ്നമില്ല. ദേഷ്യം പിടിച്ച് മതാന്തത ബാധിച്ച് മുഹമ്മദ് നബിയുടെ പ്രതിമ ഒരു പള്ളിയിൽ കയറി തകർത്ത് ഹിന്ദു മുസ്ലിം വൈരമുണ്ടാക്കുന്ന സാധ്യത ഇസ്ലാമിനില്ല. കാരണം ഹൈന്ദവ വേദം പരിശോധിച്ചാൽ കാണാൻ ബിംബാരാധന പാടില്ല, ക്രൈസ്തവ വേദം പരിശോധിച്ചാൽ കാണാൻ ബിംബാരാധന പാടില്ല. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? സൂര്യനെയും ചന്ദ്രനെയും. ഞാൻ 1 മിനിറ്റ് എടുത്തൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ജനശതാബ്ദിയും വന്ദേ ഭാരതവും ഒക്കെ കയറിയ ഒരാളാണ് ഞാൻ. ഈ ട്രെയിൻ എല്ലാം കൃത്യ ടൈമിന് വരുന്നു എന്ന് പറയുമെങ്കിലും കൃത്യ ടൈമിന് വരാറില്ല. പക്ഷെ കൃത്യ ടൈമിന് സഞ്ചരിക്കുന്ന സൂര്യൻ, വിശുദ്ധ ഖുർആൻ പറയാണ് 36-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ, സൂര്യൻ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ പോയിന്റ് കൂടെ പറയാം അതിനോട് ആഡ് ചെയ്തിട്ട്, ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. എത്ര ശാസ്ത്ര വിരുദ്ധതയാണ് അതിലുള്ളത് എന്നറിയോ? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു നോക്കുക, വരിയിൽ തെറ്റുണ്ടോ? കണാദുമുനിയോട് ചോദിച്ചു നോക്കുക, വരിയിൽ തെറ്റുണ്ടോ? ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിനോട് ചോദിച്ചു നോക്കുക, വരിയിൽ തെറ്റുണ്ടോ? കാരണം നക്ഷത്രം, ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രം ഇപ്പൊ ഇല്ല, പലതും മരിച്ചു, ചത്തു. അതിന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഒരുപാട് കാലഗണന എടുക്കും. അതിനിടയ്ക്ക് ഡെഡായി പോയി. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന ഒരു വാചകം ശ്രദ്ധിച്ചേ.
ഇസ്ലാം വല്ലാത്തൊരു പറയുക. ഇപ്പോ ISROയുടെ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം എന്താ? സൂര്യൻ നശിക്കും, സൂര്യൻ വികസിക്കും, സൂര്യൻ ചന്ദ്രനിലേക്ക് ലയിക്കും, ഭൂമി അതിലേക്ക് ആവാഹിക്കപ്പെടും. വിശുദ്ധ ഖുർആനിലെ ഒരു വാചകം എന്താ അറിയോ? സൂര്യൻ വികസിച്ച് പ്രകാശം കെട്ടിറങ്ങി ഹീലിയവും ഹൈഡ്രജനും നശിച്ച് ഒരു ഇരുണ്ട ഗോളമായി മാറി അതിലേക്ക് ചന്ദ്രൻ. കാരണം സൂര്യന്റെ പ്രകാശമേറ്റ് പ്രതിപ്രകാശിക്കുന്നതാണ് ചന്ദ്രൻ. അത് ഉള്ളോട്ട് കയറി നിൽക്കുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 75-ാം അധ്യായം 40 വചനങ്ങൾ അതിനുള്ളത്. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഒക്കെ നശിക്കുന്നതാണ്. നശിക്കുന്നതിന് ആരാധിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു അത്ഭുതവും കൂടെ കാണണം. എന്റെ പേര് മുജാഹിദ് എന്നാണ്. എന്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച 18,000 ലോകമുണ്ടെങ്കിൽ ഈ 18,000 ലോകത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവരെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും കാട്ടാളുകളെയും പശുവിനെയും പാമ്പിനെയും മലക്കുകളെയും ജിന്നുകളെയും എന്ന് വേണ്ട അചേതനമാകട്ടെ സചേതനമാകട്ടെ ഏകകോശ ജീവിയായ അമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിലെ അവനാണ് എന്നെ സൃഷ്ടിച്ചത്. ഒന്നുകൂടി പറയാം, ആദാമിന്റെ ദൈവമേതോ ആ ദൈവത്തെയാണ് ഇന്നും ഞാൻ ആരാധിക്കുന്നത്. നോഹാ പ്രവാചകന്റെ ദൈവമേതോ ആ ദൈവത്തെയാണ് ഇന്നും ഞങ്ങൾ ആരാധിക്കുന്നത്. അബ്രഹാം പ്രവാചകന്റെ ദൈവമേതോ ആ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ദശരഥ മഹാരാജാവിനെ സൃഷ്ടിച്ചത് ഏതൊരു ദൈവമാണോ, ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണനെ ജനിപ്പിച്ചത് ഏതൊരു ദൈവമാണോ ആ ദൈവത്തെ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹ്. പറയൂ, ഇതിലെവിടെയാണ് വർഗീയത? ഇതിലെവിടെയാണ് വിഭാഗീയത? ഇതിലെവിടെയാണ് തെറ്റ്? നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ബാല, നിന്റെ ഹൃദയം ഏതൊരു ദൈവമാണോ തന്നത് അത് തന്നെയാണ് എന്റെ ദൈവം എനിക്ക് തന്ന ഹൃദയം. ആ ദൈവത്തിന്റെ കരുണയാണ് നമ്മളിവിടെ ശ്വസിക്കുന്നത്. ആ ദൈവത്തിന്റെ കാരുണ്യമാണ് നമ്മളിവിടെ വായുവായി വെള്ളമായി സ്വീകരിക്കുന്നത്. പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്റെ അടുത്ത 2 പോയിന്റ് കൂടെ അവതരിപ്പിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. ദീർഘമാകാൻ എനിക്ക് കഴിയില്ല, കാരണം എന്റെ യാത്രയുടെ സമയമായി തുടങ്ങി. നിങ്ങളെ മുഷിപ്പിക്കുന്നതിലും അർത്ഥമില്ല. പക്ഷെ ചിന്തിക്കണം, ഇവിടെ ഇരിക്കുന്ന ആരും വസ്ത്രമില്ലാത്തവരായിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരും വസ്ത്രമില്ലാത്തവരായിട്ടില്ല. വസ്ത്രം ധരിക്കുന്ന ഏക സൃഷ്ടി മനുഷ്യനാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന ഏക സൃഷ്ടി മനുഷ്യനായി? എന്തുകൊണ്ട് പല്ല് തേക്കുന്ന ഏക സൃഷ്ടി മനുഷ്യനായി? എന്തുകൊണ്ട് നഖം വെട്ടുന്ന ഏക സൃഷ്ടി മനുഷ്യനായി? എന്തുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന ഏക സൃഷ്ടി മനുഷ്യനായി? എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഏക സൃഷ്ടി മനുഷ്യനായി? എന്തുകൊണ്ട്? ഞാൻ ചോദിക്കുന്നത്, ധാർമ്മികത ചർച്ച ചെയ്യുന്നു, ഹൈക്കോടതി വാല്യൂസിനെ കുറിച്ച്, സുപ്രീം കോടതിയുടെ നിയമത്തെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ജന്തുവിന് അധോഗതിയില്ല, പുരോഗതിയില്ല. ചിന്തിച്ചിട്ടുണ്ടോ? 1000 വർഷങ്ങൾക്ക് മുമ്പ് കാക്ക എങ്ങനെയാണോ ശബ്ദിച്ചത് ഇന്നും ആ ശബ്ദമാണ്. അന്ന് എങ്ങനെയാണോ കൂടുകൂട്ടിയത് ഇന്നും ആ കൂടുകൂട്ടലാണ്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉപ്പ് ഉപയോഗിച്ച ഒരു ഡ്രസ്സും നമ്മളിപ്പോ ഉപയോഗിക്കില്ല, ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്നില്ല. എല്ലാം മെന്റലി ഡിഫറൻസ് ആണ്. പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന മാനവകുലം. എങ്കിൽ അടുത്ത എന്റെ ചോദ്യം, ഇസ്രയേൽ ആക്രമിച്ച പലസ്തീനി കുട്ടികൾ, കൊല്ലപ്പെട്ട അനേക മക്കൾ, ഏത് രാജ്യത്തും നിരപരാധികൾ. ആ നിരപരാധികളെ കൊന്ന, ഒരുപക്ഷെ രാഷ്ട്രത്തിന്റെ വലിയ നായകന്മാരാകാൻ സാധ്യത ഉണ്ടായിരുന്ന മക്കളെ, നാടിന്റെ അഭിമാനമാകാൻ പോകുന്ന മക്കളെ കൊന്നു കൊലവിളി നടത്തിയ ഏകഛത്രാധിപതികൾക്ക് ശിക്ഷ കിട്ടുന്ന ഒരു ലോകം ഇല്ല എന്ന് വന്നാൽ മനുഷ്യ ജീവിതത്തിന് എന്താ അർത്ഥം? ഭർത്താവ് ചതിക്കുന്നു, ഭാര്യ അറിഞ്ഞതേ ഇല്ല. 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് ചതിച്ച് ഭാര്യ അറിയുന്നത്. ആ ഭാര്യ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചു. പിതാ രക്ഷിതി കൗമാരെ, ഭർത്തൃ രക്ഷിതി യൗവനെ, പുത്രോ രക്ഷിതി വാർദ്ധക്യ എന്ന തത്വത്തിന്മേൽ ഭർത്താവിനെ മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന ഭാര്യയെ അയാൾ വഞ്ചിച്ചു, അറിഞ്ഞതേയില്ല. ചതിയനായ ചന്തുവിന്റെ കൂടെയായിരുന്നു ജീവിച്ചത് എന്നറിഞ്ഞതേയില്ല. എങ്കിൽ അവൾക്ക് നീതി കിട്ടുന്ന, ഭർത്താവിനെ ഇത്രയേറെ സ്നേഹിച്ച അവൾക്ക് ആ സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഈ ഭൗതിക ലോകത്തിന് സാധ്യമാണോ? ആണോ? പശുവിന്റെ പേരിൽ 28 പേരെ നിഷ്കരണം ഇന്ത്യയിൽ കൊന്നു. ദാബോൾക്കർ കൊല്ലപ്പെട്ടു,
ഹരേ റാം എന്ന് വിളിച്ച മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇത്ര നിർമ്മലനായ ഒരു ഭാരതീയനെ കൊന്നു തള്ളിയിട്ട് അതിൽ കുറ്റബോധം പോലുമില്ലാതെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതിമയിലേക്ക് പ്രതീകാത്മകമായി വെടിയുതിർത്തുന്ന സ്ത്രീകൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നീതിക്ക് വേണ്ടി ദാഹിക്കാത്ത ആരാ ഉള്ളത്? 1000 പേരെ കൊന്നവരും ഒരാളെ കൊന്നവരെയും നമ്മൾ ഒരു തവണ തൂക്കിക്കൊല്ലുന്നു. 1000 ജീവൻ എടുത്താൽ ഇസ്ലാമിന്റെ വിശ്വാസം അറിയോ? ഖുർആന്റെ 5-32 വചനം. നീ കാരണം ഒരാൾ രക്ഷപ്പെട്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ, നീ കാരണമായ ഒരാൾ കൊല്ലപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ. എത്രയോ രാഷ്ട്രീയക്കാർ നമ്മളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു. കോവിഡ് പോലെ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള ഉപാധിയാക്കി മാറ്റിയ ആളുകളുണ്ട്. ഹോസ്പിറ്റലുകൾ നമ്മൾ ചൂഷണം ചെയ്യുന്നു, ടെക്സ്റ്റൈൽസുകൾ നമ്മൾ ചൂഷണം ചെയ്യുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസം കച്ചവടമാണ് എന്ന് അറിയാത്ത ആരാണുള്ളത്? പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഈ നീതി നിഷേധത്തിന് കൃത്യമായി പ്രതിനിധിയുള്ള ലോകം ഇവിടെയല്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നിങ്ങൾ മരിക്കും, മരണത്തിന് ശേഷം ദൈവസന്നിധിയിൽ വരും. യേശു പറയുന്നുണ്ട്, നിങ്ങൾ നിക്ഷേപം സൂക്ഷിക്കേണ്ടത് പത്തായത്തിലല്ല, സ്വർഗത്തിലാണ്. ചായ തിന്നു പോവുകയില്ല, എലികൾ പിറന്നു കൊണ്ടുപോവുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മാനവകുലം ഇസ്ലാം അതാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെട്ട മക്കയിലും മദീനയിലും നിങ്ങൾ നോക്ക്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യ സ്നേഹം. അതുകൊണ്ടാണ് ഗാന്ധിജി സ്വതന്ത്ര ഭാരതത്തിൽ, ഞാൻ ഒരു യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒട്ടകം വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തോട് ഞാൻ മറുപടി പറയേണ്ടി വരും. ഒരു നിരീശ്വരവാദി രാജ്യം ഭരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ ഒരു ഉദാഹരണം, സി രവിചന്ദ്രൻ കേരള മുഖ്യമന്ത്രിയായുള്ള സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അമ്മയെ ഭോഗിക്കാമെന്ന് ശിഷ്യനെ പ്രസംഗിച്ച് പഠിപ്പിച്ചാൽ സി രവിചന്ദ്രൻ. ആലപ്പുഴക്കാരനാണ് മനു പ്രസാദ്. നമ്മുടെ അതിഥിയുടെ നാട് മനു പ്രസാദ് ലിറ്റ്മസ് സ്റ്റാൻഡിൽ പ്രസംഗിച്ച അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഭാര്യയുമായി ബന്ധപ്പെടാം, ഒന്ന് സമ്മതം കിട്ടിയാൽ മതി. നമുക്ക് ആർക്കെങ്കിലും അമ്മയെ അങ്ങനെ കാണാൻ പറ്റുമോ? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? യുക്തിവാദികൾ പറഞ്ഞ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? 2 ജലപ്രളയം ഉണ്ടായി നമ്മുടെ കേരളത്തിൽ. എത്ര യുക്തിവാദികൾ ഉണ്ടായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നിൽ? വേണ്ട, നിങ്ങൾ നോക്കൂ, ഹിന്ദുമത സമൂഹത്തിന്റെ, ക്രൈസ്തവ സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ആംബുലൻസ് ഉണ്ട്. കേരള യുക്തിവാദി സംഘം ആംബുലൻസ് എന്നൊരു ആംബുലൻസ് ഉണ്ടോ? നിങ്ങൾ കണ്ടുണ്ടോ? എന്തല്ലാത്തത്? യുക്തിവാദിയായ കാരുണ്യം പറ്റിപ്പോകും. യുക്തിവാദിയാകുന്നു. അതുകൊണ്ടാണല്ലോ ലോഹ ധരിച്ച പള്ളിയിലച്ഛനായിരുന്നു ജോസഫ് സ്റ്റാലിൻ. ലോഹ ധരിച്ച പള്ളിയിലച്ഛൻ. ഈ പള്ളിയിലച്ഛന് കാൾ മാക്സിന്റെ ഒരു പുസ്തകം കിട്ടി ഈ ലൈബ്രറിയിൽ നിന്ന്. അത് വായിച്ചിട്ട് 10 ലക്ഷം പേരെ കൊന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, കാൾ മാക്സിന്റെ പുസ്തകം വായിച്ചാൽ അങ്ങനെ ആവുമോ? ആ സിദ്ധാന്തം ശരിക്കും റീഡ് ചെയ്താൽ അങ്ങനെ ആവും. പക്ഷെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല, കേരളത്തിലില്ല. അതെന്താ, മതേതരത്വത്തിന്റെ അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അവിടെ. സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് അതല്ല. ഞാൻ ആരെയും രാഷ്ട്രീയം പറയുന്നത് കേട്ടോ, യഥാർത്ഥ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് ആണ്. കുടുംബ സംവിധാനം പാടില്ല എന്നാണ് കമ്മ്യൂണിസത്തിന്റെ പുസ്തകം. കാൾ മാക്സിന്റെ പുസ്തകം കുടുംബ തകരണമെന്നാ. കാരണം സ്വകാര്യ സ്വത്ത് കുമിഞ്ഞുകൂടുന്നത് കുടുംബത്തിലാണ്. അതുകൊണ്ട് കുടുംബം തകർന്നാലേ രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവുന്ന വിശ്വസിച്ച തത്വശാസ്ത്രം മനുഷ്യന്റെ തലച്ചോറിൽ ഉണ്ടായതാണ്. ഫാസിസം മനുഷ്യന്റെ തലച്ചോറിൽ ഉണ്ടാവണാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിന് വല്ല അർത്ഥമുണ്ടോ? ഇസ്ലാം പറയുന്നുണ്ട്, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ കൂലി തരും ദൈവസന്നിധിയിൽ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ ചില മാനവിക കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറിറച്ചി തിന്നാൻ പാടില്ല ഇസ്ലാമിൽ. വീട്ടിലെ രാത്രിറച്ചി ഉണ്ടാക്കി അയൽവാസിന്റെ ജാതി മതവും നോക്കാതെ കൊടുക്കണം. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ വാചകം എന്താ അറിയോ? അയൽവാസിക്ക് വെള്ളം കൊടുക്കാത്ത താടി വെച്ച നിസ്കാര ടൈമുള്ള മുസ്ലിമിനോട് ദൈവം മിണ്ടൂല. പ്രവാചകൻ പഠിപ്പിച്ച അയൽവാസിയായ മാധവനെ സ്വന്തം വീട്ടിലെ കിണറിൽ നിന്ന് വെള്ളം കൊടുക്കാത്തവനോട് ദൈവം മിണ്ടൂല. ഇനി പറയൂ, മാനവികമാണോ ഈ മതം? ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ ബാബരി മസ്ജിദ് പ്രസിഡന്റാക്കിയ മുസ്ലിങ്ങളാ? ഗാന്ധിജിയെ കൊന്ന മുസ്ലിങ്ങളാ? ഇന്ദിരാഗാന്ധിയെ കൊന്ന മുസ്ലിങ്ങളാ? രാജീവ് ഗാന്ധിയെ കൊന്ന മുസ്ലിങ്ങളാ? ഷംജോദ സ്ഫോടനത്തിലാക്കിയ മുസ്ലിങ്ങളാ? പറ. കൊണാട്ട് പ്ലേസിൽ ബോംബിട്ട മുസ്ലിങ്ങളാ? പക്ഷെ പേരെന്താണ്? മുസ്ലിമിൻ്റെതാണ്. പേരെന്താണ്? മുസ്ലിമിൻ്റെതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാം. ഒരു ഉറുമ്പിനെ പോലും തീയിട്ടപ്പോ പ്രവാചകൻ പറഞ്ഞെന്തറിയോ? ഒരു പ്രവാചകന് ഉറുമ്പ് കടിച്ചിട്ട് അയാൾ എന്ത് കുറെ ഉറുമ്പുകൾ ഒന്നിച്ച് കൊന്നു നടക്കും. ഏത് ഉറുമ്പാന്ന് മനസ്സിലായില്ല. അപ്പൊ ദൈവത്തിന്റെ ദൂതം വന്നിട്ട് ചോദിക്കേണ്ട, പ്രവാചക, നീതികേട് കാണിച്ച പ്രവാചക,
നിങ്ങളെ കടിച്ച ഉറുമ്പിനെ വ്യക്തമായിട്ടില്ലെങ്കിൽ, അത് ക്ലിയർ അല്ലെങ്കിൽ ബാക്കിയുള്ള ഉറുമ്പുകളെ എങ്ങനെ കൊല്ലും? ഒരു ദൈവിക ഗ്രന്ഥത്തിന്റെ പ്രവാചകനെ തിരുത്തിയ സംഭവമാണ് ഈ പറയുന്നത്. സുലൈമാൻ നബി എന്ന പ്രവാചകൻ, സോളമൻ പ്രവാചകൻ നടന്നു പോകുമ്പോ ഉറുമ്പുകളുടെ നേതാവ് പറഞ്ഞത്രേ, എന്ത് ശ്രദ്ധിച്ച് കേൾക്കണം, ഖുർആന പറയുന്നത്, നമ്മൾ നമ്മുടെ താവളത്തിലേക്ക് മടങ്ങിക്കോളൂ, ഇല്ലെങ്കിൽ അശ്രദ്ധമായ സൈന്യ രാജാവിന്റെ പട്ടാളം നമ്മളെ ചവിട്ടി മരിക്കാൻ കയറും. എവിടെ എന്താ പ്രയോഗിച്ച്? ഉറുമ്പിനെ ശ്രദ്ധയില്ലാതെ. അപ്പൊ ശ്രദ്ധ ഉണ്ടെങ്കിലോ ഉറുമ്പിനെ കൊല്ലൂല. അത്രയും മാനിഷാദാന്ന രാമായണത്തിന്റെ തുടക്കം അല്ലെ? ശ്രീരാമൻ പോലും പറഞ്ഞ കാര്യം എന്താ? വത്സ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രവാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്കതി. അതുകൊണ്ട് ഈ ലോകത്ത് എപ്പോഴും മരിക്കാം, ഏത് നിമിഷവും വിട പറയാം. മൂല്യവത്തായ ഒരു ജീവിതം, ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ. പ്രവാചകന്റെ ഒരു വാചകമാണ്, നിന്റെ വീട്ടിൽ, ഇപ്പൊ എന്റെ വീട്ടിന്റെ മുറ്റത്തൊരു മരമുണ്ട്, സത്യമാണ്, ഒരു തേക്കുണ്ട്, അത് നേരെ വളരുക, ഇനി ഒരു ചരിഞ്ഞു വളർന്നാലോ അത് മറ്റൊരാളുടെ നടയിലേക്കാണ്. അപ്പോൾ എന്നോട് എന്റെ പ്രവാചകൻ പറഞ്ഞെന്നറിയോ, അയൽവാസി ആരോ ആവട്ടെ, അവന്റെ നടയിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന നിന്റെ മരം അത് അവനൊരു തടസ്സ. ഒരു ലോറിയിൽ സാധനം കൊണ്ടുവരുന്നേ തടസ്സമാണ്. 1400 വർഷം മുമ്പ് പറയുന്നത്. അതുകൊണ്ട് അതത്ര മൂല്യവത്തായ മരാണെങ്കിലും അത് മുറിച്ചു കൊടുത്താൽ സ്വർഗമുണ്ട്. എങ്കിൽ അവൻ എങ്ങനെ കാരുണ്യവിരുദ്ധനാവും? ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ടുവന്ന പ്രവാചകനോട് തവ പറഞ്ഞു, ഈ പക്ഷിയെ തള്ളക്കൂട്ടിൽ കൊണ്ടുപോയി വെക്ക്. അതിന്റെ തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കുമെങ്കിൽ അതിനേക്കാൾ മനോഹരമായ ഒരു സമ്മാനം എനിക്ക് തരാനില്ല. ഒരു യുദ്ധത്തിൽ പിഞ്ചു പൈതങ്ങൾ കൊല്ലപ്പെട്ടത് കണ്ട് തിരുദൂതർ ചോദിച്ചു, ആരാണ് ഈ കുട്ടികളെ കൊന്നത്? അത് ഭൗതിക വിശ്വാസികളുടെ കുട്ടികളാണ്. പ്രവാചകന്റെ മുഖം ഉറുമാമ്പഴം പോലെ തുടുത്തു ചുവന്നു. പ്രവാചകൻ കോപാകുലനായി. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട് ആ പ്രവാചകൻ, എല്ലാ മനുഷ്യ കുഞ്ഞും ശുദ്ധരാണ്, പാപികളല്ല. ഏത് ജനിക്കുന്ന കുട്ടിയും പാപിയാണെന്ന് പറയുന്ന വ്യക്തികളുണ്ട്. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് ഒരു കുഞ്ഞും പാപിയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനായ ഒരു മനുഷ്യരെ കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ പരിശുദ്ധനാ. പിന്നെ അവനെ കേടുവരുത്തുന്നത് അവന്റെ ഉമ്മയോ ഉപ്പയോ അവന്റെ കൂട്ടുകാരോ അവന്റെ ചുറ്റുപാടോ ആണ് എന്ന ഈ വാചകം ഗവേഷണം നടത്തേണ്ട വാചകമാണ്. സകല മനുഷ്യ കുഞ്ഞുങ്ങളെയും പരിശുദ്ധരായി കണ്ടുകൊണ്ട് അവരെ നിങ്ങൾ കേടുവരുത്തരുത്. ഞാനൊരു ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോ ആളുകൾ ഒരുപാട് കൈയടിച്ച ഒരു പോയിന്റ്, കൈയടിക്കാന്നുള്ളത് തത്വശാസ്ത്രപരമായി ശരിയല്ല. കാരണം ഒരു പക്വതയുള്ള ചർച്ചയിൽ കയ്യടിയില്ല. എങ്കിലും അവർ കയ്യടിച്ചത് എന്തുകൊണ്ടറിയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസവിച്ച 50 ഹൈന്ദവ കുട്ടികളെ ഏൽപ്പിക്കുക, പ്രസവിച്ച 50 മുസ്ലിം കുട്ടികളെ തരിക, പ്രസവിച്ച 50 ക്രിസ്ത്യൻ കുട്ടികളെ തരിക, അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് വളർത്തുക. ഒരു കാരണവശാലും അവർ സൃഷ്ടികൾ ആരാധിക്കൂല. ദൈവം എന്നുള്ള സങ്കല്പം മാത്രമായിരിക്കാൻ ആ 150 കുട്ടിയൊക്കെ ഉണ്ടാകുക. അവരാരും അവരുടെ ചിഹ്നം അനുസരിച്ച് വളർത്തിയില്ല. അവരുടെ പ്രകൃതിക്കനുസരിച്ച് അവർ വളർന്നാൽ ഒരു ശുദ്ധ ഏകദൈവ വിശ്വാസികളായി. നിങ്ങൾ പരിശോധിച്ചോ, കാട്ടിൽ പോയി നോക്ക്, ചൈനയിൽ പോയി നോക്ക്. ഞാൻ ചൈനയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അവിടെ അവരൊക്കെ ദൈവത്തെ ആരാധിച്ചിരുന്നത്, അവർ വിളിച്ചിരുന്നത് ചില പേരിലാണ്. ആ സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ജോൺ മാർഷലിന്റെ ഇന്ത്യയിലെ നമ്മുടെ മോഹൻജോദാരോ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് കാണാം. ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കുന്നില്ല. രാവിലെ ആവുന്നു, നേരം വെളുക്കുന്നു, പ്രഭാതമാകുന്നു, പ്രദോഷമാകുന്നു, ഡ്രസ്സ് ധരിക്കുന്നു, ഓഫീസിൽ പോകുന്നു, ശമ്പളം വാങ്ങുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ലുലുമാളിൽ പോകുന്നു, ഉള്ളത് തീർക്കുന്നു, തിരിച്ചു പോരുന്നു. കുറച്ച് കടപ്പുറത്ത് പോയി കുത്തിരിക്കുന്നു, പടായി പറയുന്നു, അന്യരെ കുറിച്ച് പറയുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് നീണ്ടിട്ടില്ലെങ്കിൽ ഈ മാനവ സൗഹാർദ്ദ സംഗമത്തിന് ഒരു വിലയുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളോട് എന്റെ 3ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞു വേണം നമുക്ക് ജീവിക്കാൻ. പിന്നെ നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്നതിൽ മുന്നിട്ട് ഒന്നിച്ച് ഒറ്റ ശബ്ദമായി ഇറങ്ങേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇന്ന് മുസ്ലിങ്ങളാണ് സംഘപരിവാരങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾ കരുതരുത്. 3 പ്രബല ശത്രുക്കളാണ് ഒരു വിചാരധാരയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്ത്യാനികളാണ്, മറ്റൊരു കമ്മ്യൂണിസമാണ്. ആദ്യത്തെ മുഖ്യ ശത്രു മുസ്ലിങ്ങളാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ ഏറ്റവും വലിയ ശത്രു ജൂതനായിരുന്നു. അവർക്ക് എന്നും ഒരു ശത്രു വേണം, എന്നാലേ ഫാസിസം വളരും. രാമനെ വിറ്റുകൊണ്ടാണ് ഫാസിസം വളരുന്നത്. രാമൻ എന്ന് തിരിച്ചു വന്നുണ്ടാകത്ത് അറിയുന്നു, RSSനെ പിരിച്ചുവിടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് തിരിച്ചു വന്നാൽ ISISനെ പിരിച്ചുവിടും. ഐറിഷ് ടെററിസ്റ്റ് ഗ്രൂപ്പായ ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ യേശുക്രിസ്തു വന്നാൽ പിരിച്ചുവിടും. ഒരു കാർക്കും ഈ ഗ്രൂപ്പ് ഒന്നും പരിചയം ഉണ്ടാവില്ല. മനസ്സിലാക്കണം, അവരാരും പഠിപ്പിച്ചല്ല ഇത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും
അടുത്ത എന്റെ പോയിന്റ്, പ്രവാസികളാണ്. നാടിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ സ്വന്തം ജീവിക്കാൻ മറന്നു പോരുത്. മനസ്സിലായില്ല? മെഴുകുതിരി ഉരുകിത്തീരുന്ന പോലെ അന്യന് വേണ്ടി ഉരുകിത്തീരുമ്പോ നന്ദി പോലും ഉണ്ടാവില്ല, സ്വന്തം ഭാര്യക്ക് പോലും മക്കൾക്ക് പോലും. അവിടെ അവനവൻ ജീവിക്കാൻ മറന്നു പോകരുത്. ആ പോയിന്റ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളിലും ഗൗരവമായ ഇടപെടണം, ട്രോളുകളിലല്ല, അന്യനെ കുത്താനല്ല, അവൻ എന്റെ സഹോദരനായി കാണാൻ, സ്നേഹിക്കാൻ. സ്നേഹമാണ്. സ്നേഹം, ആർദ്രത, അലിവ്, അനുകമ്പ. ഞാൻ പോയിട്ട് ഓണം ആഘോഷിച്ച് അതിൽ കൂടി കൊടുക്കില്ല, എനിക്ക് പാടില്ലാത്തതാണ്. ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകാൻ പാടില്ല, എനിക്ക് പാടില്ല. ഓരോ മതവിശ്വാസിയുടെ വിശ്വാസത്തിന് പ്രത്യേകതയുണ്ട്, അത് പാടില്ല. ഒരേ സമയത്ത് നിങ്ങളെല്ലാം ആലോചിച്ച് നോക്ക്, മാത്സ് എഴുതിക്കൊണ്ടിരിക്കുക, അപ്പന്റെ ജിയോഗ്രഫി എഴുതുന്നതിന്റെ പേജിൽ തന്നെ ഇപ്പുറത്ത് സയൻസ് എഴുതി വെക്കുന്നു, അപ്പുറത്ത് മലയാളം എഴുതി വെക്കുന്നു, അപ്പുറത്ത് അറബി എഴുതി വെക്കുന്നു. എന്നൊരു പേപ്പർ കിട്ടുക, കണക്കിന്റെ പേപ്പർ, 5 മതം. അങ്ങനെയല്ല, അവനവന്റെ അസ്തിത്വം കാത്തു സൂക്ഷിക്കൊണ്ട് മറ്റുള്ളവരെ ആദരിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധിജി ഒരിക്കൽ പോലും അള്ളാഹ് വിളിച്ചിട്ട് ആരാധിച്ചോ? പള്ളിയിൽ പോയോ? ഇല്ല. പക്ഷെ ഗാന്ധിജി നല്ല മതേതരല്ലേ? ആണ്. അങ്ങനെ നമുക്ക് സാധിക്കണം. അല്ലാതെ മതലേന ഉണ്ടാക്കാനല്ല, മാനവിക സൗഹാർദ്ദം ഉണ്ടാക്കുക. വീട്ടിന്റെ തൊട്ടടുത്ത് ആർക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടോ ആദ്യം അവിടെ ഓടിച്ചില്ല, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക. അവനാണ് നല്ലൊരു രാജ്യക്കാരൻ. ഗാന്ധിജിയോട് നേരത്തെ ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാചകം ഉദ്ധരിക്കപ്പെട്ടു. ആലുവ മൺതിട്ടയിൽ അന്ന് കെ മൊഴിയാണോ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത്, മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ഇതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനും. ഒരു ജാതി മനുഷ്യജാതി, ആദമിന്റെ മക്കൾ. കറുത്തവരില്ല, വെളുത്തവരില്ല. കുല്ലുക്കും മിന്നാദം ആദം മിൻ തുറാബ്. നിങ്ങൾക്ക് ആദമിന്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്നാണ്. നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ്. ബിലാലിന്റെ കറുപ്പും സൽമാൻ ഫാർസിയുടെ വെളുപ്പും ഒന്നിച്ചു ചേർത്ത് ഒറ്റ പാത്രത്തിൽ ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, സൽമാൻ ബിലാലിന്റെ കറുത്ത കൈയോട് ചേർത്ത് വെച്ച് ഭക്ഷണം കഴിക്കുക. ബിലാലിന്റെ കറുത്ത കൈകളിൽ തട്ടി വെളുത്ത സൽമാൻ ഭക്ഷണം കഴിച്ചു. ആർദ്രതയായിരുന്നു, സ്നേഹമായിരുന്നു. അല്ല, ഇവനൊന്നൊരു പുലയനല്ലേ? അള്ളാഹ് മതം സ്വീകരിച്ചാൽ പിന്നെ ഉച്ചനീചത്വമില്ല. ഇസ്ലാമിലേക്ക് ആര് കടന്നു വന്നാലും അവൻ വാൽകഷ്ണങ്ങളില്ല. മനുഷ്യൻ എന്ന വിശാലമായ ഒരു ലോകത്തേക്കാണ് അവൻ വരുന്നത്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഇതൊരു പക്ഷേ മാനവ സൗഹാർദ്ദ സംഗമം എന്ന പേരിൽ ഒമാനിലെ ആദ്യത്തെ പരിപാടിയായിരിക്കും ചിലപ്പത്. ഇങ്ങനെ ഒരു പേരിൽ ഒരു പരിപാടി ഇത് തുടരണം, എല്ലാവരെയും വിളിക്കണം. ഇതിനേക്കാൾ ഗംഭീരമായി ഇവിടെ മലയാളികളുണ്ട്, എത്രയോ മലയാളികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടുത്തിരിക്കാൻ സാധിക്കണം, ഓരോ ടോപ്പിക് എടുത്ത് സംസാരിക്കണം. മദ്യപാനം ഒരു വലിയ വിഷയമാണ് നമ്മുടെ നാട്ടിൽ. മയക്കുമരുന്ന് നമ്മുടെ മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഫാമിലി സൈഡല്ല ജീവിക്കുന്നത്. നാട്ടിൽ മക്കളെ വിളിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നില്ല. തോന്നിവാസങ്ങളിൽ മുഴുകിയ നമ്മുടെ മക്കൾ. അതുകൊണ്ട് തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മ വേണം. എല്ലാ മതത്തിലും, മതമില്ലാത്തവരിലും മയക്കുമരുന്നിനെതിരെ, ഈ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്നതിനെതിരെ, അതുപോലെ തന്നെ കോൺസൈറ്റുകളിൽ പോയി കുട്ടികൾ കേറി വരുന്നതിനെതിരെ, കല്യാണം വേണ്ട, ആണിനെ കല്യാണം കഴിക്കണം, പെണ്ണിനെ കല്യാണം കഴിക്കണം ഒക്കെ പറയുന്ന ആ തോന്നിയാസത്തിനെതിരെ, ലിബറൽസിനെതിരെ നമ്മൾ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം, വിവേകാനന്ദൻ അഭിമാനത്തോടുകൂടി പറഞ്ഞ നമ്മുടെ നാട് നശിച്ചു പോകും ഉറപ്പായിട്ട്. അവസാനിപ്പിക്കുമ്പോൾ ഇത് സംഘടിപ്പിച്ച സംഘാടകരോട് എനിക്കൊരു വാചകം പറയാനുണ്ട്. നല്ലൊരു സദസ്സിനെ നമ്മൾ അഭിമുഖീകരിച്ചു, പക്വതയുള്ളൊരു സദസ്സിനെ നമ്മൾ അഭിമുഖീകരിച്ചു. ആ സദസ്സ് നമ്മൾ റേഡിയോ പോലെ കേട്ടു. ഇനി ഒരിക്കൽ ഇതുപോലെ പരിപാടി വെച്ചിട്ട് ചോദ്യവും ഉത്തരവും ഒക്കെയുള്ള സെഷനുകൾ വെച്ച് സംശയങ്ങൾ ദൂരീകരിച്ച് മനുഷ്യരെ കൂടുതൽ കൂടുതൽ അടുപ്പിച്ച് അവനവന്റെ മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം അതിന്റെ ഒന്നും ചോർന്നു പോകാതെ, അതിന്റെ ഒന്നുപോലും ചോർന്നു പോകാതെ അവരെ മനുഷ്യൻ എന്ന നിലയിൽ വിശാലമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിയും. ആചാര്യന്മാരെല്ലാം അത് കീഴ്പ്പെടുത്തിയവരാണ്. തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴ്ത്ത് പായ്ച്ചേറിൽ ആണിടുമ്പോൾ താൻ മാത്രം ബ്രഹ്മപദം കുതിക്കുമോ തപോനിധിക്കുന്നൊരു ചാരിതാർത്ഥ്യം. തന്നിലൂടെ രക്ഷപ്പെടേണ്ട കോടാനുകോടി മനുഷ്യർ, പട്ടിണിപ്പാവങ്ങൾ, കഷ്ടപ്പെട്ടവർ, അവരുടെ കണ്ണീരൊപ്പാനുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടി നമ്മൾ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ. അതുകൊണ്ട് ജാതി മതഭേദമന്യേ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സത്യസന്ധമായി ജീവിക്കുകയും, ഈ നാട് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നാട് നമുക്ക് ഇതിനൊരു സിറ്റുവേഷൻ തന്നു. ഇവിടെ അമ്പലമുണ്ടെന്ന് അറിഞ്ഞപ്പോ, ഇവിടെ ചർച്ച ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ആശ്ചര്യം തോന്നിപ്പോയി. അതാണ്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ
പ്രസംഗിക്കുന്ന പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് എന്നുകൂടി ആലോചിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ. ഒന്നുകൂടി ഓർക്കുക, പഠിക്കാറുണ്ട്. മനുഷ്യവാസമില്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടെങ്കിൽ, അമ്പലമില്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടെങ്കിൽ, പള്ളിയില്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടെങ്കിൽ, യേശുക്രിസ്തു ഇല്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടെങ്കിൽ, മുഹമ്മദ് നബി ഇല്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടെങ്കിൽ, ശ്രീകൃഷ്ണൻ ഇല്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടെങ്കിൽ, ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രാവും പകലും നിയന്ത്രിക്കുന്ന ഒരു പരാശക്തി ഉണ്ടെങ്കിൽ, ആ ശക്തിയാണ് ലോകത്തിന്റെ ശക്തിയെങ്കിൽ, അവരൊക്കെ മരിച്ചു പിരിഞ്ഞിട്ടും ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ആ പരാശക്തി ആര് എന്ന് തിരിച്ചറിയുകയും അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഖുർആൻ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിന്റെ നിങ്ങൾ ഈ സെന്ററുമായി ബന്ധപ്പെടണം, കൂടുതൽ അറിയാൻ ശ്രമിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറുകയും പഠിക്കുകയും വിലയിരുത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അന്വേഷണമാവട്ടെ ഈ സമ്മേളനത്തോട് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് സാബൂതം കേട്ട് നിങ്ങൾക്ക് അഗൈതവുമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്ന അതിഥികളെ പ്രത്യേകമായി ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സകല സ്നേഹവും നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. എനിക്ക് ഇവിടെ കുറഞ്ഞൊരു സമയം, നമുക്കതാണല്ലോ ഇവിടുത്തെ ഒരു അവസ്ഥ. എന്നാൽ നാട്ടിൽ 80-ലധികം വരുന്ന ക്ഷേത്രങ്ങളിൽ ഞാൻ പ്രസംഗിച്ച എന്റെ പ്രഭാഷണം യൂട്യൂബിലുണ്ട്. ടെമ്പിൾ സ്പീച്ച് എന്നടിച്ചിട്ട് എന്റെ പേര് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വിശാലമായ എല്ലാ വിഷയവും, ഓരോ ക്ഷേത്രത്തിനും വ്യത്യസ്ത വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കേൾക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. ഫലസ്തീനിലും ഇതര പ്രദേശങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഈശ്വരൻ സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യം എന്നും ആ ബഹുസ്വരത നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അവിടെ നടക്കുന്ന എല്ലാ നിരക്കുമുള്ള നീചമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ ഭരണാധികാരികൾക്ക് സൽബുദ്ധി ഉണ്ടാകുമാറാകട്ടെ. നമുക്കിടയിൽ ഐക്യവും സ്നേഹവും ആർദ്രതയും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ സ്തുതിച്ചുകൊണ്ട് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله.